ചാവക്കാട് നഗരസഭയിലെ പുന്ന പുതിയാറ റോഡ് തകർന്നു കിടക്കാൻ തുടങ്ങിയിട്ട് വർഷം 6 കഴിഞ്ഞു. അധികൃതർ ഇവിടേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല. UDF വാർഡ് ആയതിലുള്ള അവഗണനയാണെന്ന് കൗൺസിലർ ആരോപിച്ചു. തിരുവത്ര, എടക്കഴിയൂർ എന്നിവിടങ്ങളിൽ നിന്നുള്ളവർക്ക് ഗുരുവായൂരിലേക്കും ചാവക്കാട് താലൂക്ക് ആശുപത്രിയിലേക്കും എളുപ്പം എത്തിച്ചേരാവുന്ന വഴിയാണിത്. കൂടാതെ പുന്നക്ഷേത്രം, ജുമാ മസ്ജിദ്, LP സ്കൂൾ, രാജ ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിലേക്കുള്ള നൂറുകണക്കിന് ആളുകളും ആശ്രയിക്കുന്നത് ഈ റോഡാണ്. എന്നാൽ റോഡിന്റെ അവസ്ഥ ശോചനീയമാണ്. UDF കൗൺസിലർ ആയതിനാലുള്ള അവഗണന മൂലമാണ് അറ്റകുറ്റപ്പണി നടത്താത്തതെന്ന് വാർഡ് കൗൺസിലർ ഷാഹിദ മുഹമ്മദ് പറഞ്ഞു. 6 വർഷമായിട്ട് നിരന്തരം നഗരസഭയിൽ ഈ റോഡിന് വേണ്ടി കെഞ്ചി നടക്കുകയാണ്. ഇത് രാഷ്ട്രീയപരമായിട്ട് ഈ വാർഡിനെ അവഗണനയാണെന്നുള്ളതിൽ 100% ഉറപ്പാണ്. ടെൻഡർ വെച്ചിട്ടുണ്ട്, ഇവരെടുക്കും എന്ന് പറയാന്നല്ലാണ്ട് മിതമായ പൈസ വെക്കാതെ പേരിനൊരു ടെൻഡർ വെച്ചിട്ട് ജനങ്ങളെ കബളിപ്പിക്കുന്ന ഒരു പണിയാണ് നഗരസഭ എടുക്കുന്നത്. ഇതിൽ നല്ല പല വിഷയങ്ങളിലും ഈ വാർഡിനെ അവഗണിച്ച ഒരവസ്ഥയാണ്. ഈ റോഡ് ഇത്രയും ബുദ്ധിമുട്ടായിട്ട് ഈ കഴിഞ്ഞ മഴയിൽ 9 ആളുകളാണ് ഇവിടെ വീണ് അപകടം ഉണ്ടായിട്ടുള്ളത്. ഇരുചക്ര വാഹനം പോലും ഇതുവഴി കടന്നുപോകാൻ കഴിയാത്ത സ്ഥിതിയാണ്. കുഴിയിൽ വീണ് നിരവധി അപകടങ്ങളാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. മറ്റു വാർഡുകളിലെ റോഡുകൾ അറ്റകുറ്റപ്പണി നടത്തുമ്പോൾ പുന്ന പുതിയറ റോഡിനോടുള്ള നഗരസഭയുടെ അവഗണന അവസാനിപ്പിക്കണമെന്നും അടിയന്തരമായി പരിഹാരം കണ്ടില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും നാട്ടുകാർ പറഞ്ഞു. ഇതില് ഇപ്പോ നമ്മളിവിടെ പുന്ന സെൻട്രൽ സ്കൂള്, ആ സ്കൂളിൽ വരുന്ന പിള്ളേര്, അതുപോലെ തന്നെ ഇവിടെ പള്ളിയില് മദ്രസ ഉണ്ട്, ആ മദ്രസയിലേക്ക് പോകുന്ന പിള്ളേര്, അവരൊക്കെ ബുദ്ധിമുട്ടിയിട്ടും എന്നിട്ടും അങ്ങനെ പ്രശ്നങ്ങളായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിരന്തരം നടന്നുകൊണ്ടിരിക്കുകയാണ്. TCV ന്യൂസ്, ചാവക്കാട്.